ലോഗോസ് ബൈബിൾ ക്വിസ് 2025 8ാം എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. ലൂക്കായുടെ സുവിശേഷം 22ാം അധ്യായത്തിലെ 30 ചോദ്യോത്തരങ്ങളാണ് മലയാളത്തിലുള്ള ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലാം. കർത്താവായ ഈശോയെ, എല്ലാറ്റിനുപരിയായി അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഹൃദയവും തുറക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഞങ്ങളെ നയിക്കട്ടെ. അങ്ങയുടെ സ്നേഹം ഈ യാത്രയിൽ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാ വെല്ലുവിളികളിലും അങ്ങയുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി. അവിടുത്തെ കൃപ മതിയെന്ന് ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ലൂക്ക 22 ഒരു ആമുഖം. യേശുവിൻ്റെ കുരിശുമരണത്തിലേക്കുള്ള സംഭവ വികാസങ്ങൾ ഈ അധ്യായം വിശദമാക്കുന്നു. അന്ത്യത്താഴം, ഗെത്സെമനിയിലെ പ്രാർത്ഥന, ബന്ധനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യേശുവിനെ അധികാരികൾക്ക് ഒറ്റിക്കൊടുക്കാൻ യൂദാസ് സമ്മതിക്കുന്നതിനാൽ അവിടത്തേക്കെതിരായ ഗൂഢാലോചനയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. തുടർന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. പത്രോസിൻ്റെ ഗുരുനിഷേധവും യേശുവിൻ്റെ കുരിശിലേക്കുള്ള പാതയുടെ പൂർത്തീകരണവുമാണ് അധ്യായത്തിൻ്റെ അവസാനത്തിൽ നാം കാണുന്നത്. ലെറ്റ്സ് കീപ് അവർ ഹാർട്ട്സ് ഓൺ ഫയർ ഫോർ ദ ലോർഡ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആര്? യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആര്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. ലൂക്ക 22:2. പുരോഹിതന്മാരും നിയമജ്ഞന്മാരാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ലൂക്ക 22:2. രണ്ടാമത്തെ ചോദ്യം: പുരോഹിതന്മാരും നിയമജ്ഞരും ഭയപ്പെട്ടിരുന്നത് ആരെ? പുരോഹിതന്മാരും നിയമജ്ഞരും ഭയപ്പെട്ടിരുന്നത് ആരെ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ജനങ്ങളെ. 22:2 നമ്മൾ വായിക്കുന്നു. ജനങ്ങളെയാണ് അവർ ഭയപ്പെട്ടിരുന്നത്. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: ലൂക്ക 22 അനുസരിച്ച് യൂദാസ് എത്ര വെള്ളി നാണയത്തിനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത്? ലൂക്ക 22 അനുസരിച്ച് യൂദാസ് എത്ര വെള്ളി നാണയത്തിനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്? ഇതിൻ്റെ ഉത്തരം തുക പരാമർശിച്ചിട്ടില്ല. ലൂക്കയുടെ സുവിശേഷത്തിൽ തുക അവിടെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം: യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് എപ്പോൾ? യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് എപ്പോൾ? ആ സമയമാണ്, അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ. 22:6 നമ്മൾ വായിക്കുന്നു. ജനക്കൂട്ടം ഇല്ലാതിരുന്നപ്പോഴാണ് യൂദാസ് യേശുവെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചത്. അഞ്ചാമത്തെ ചോദ്യം: പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൽ വേറൊരു പേരിൽ കൂടെ അറിയപ്പെട്ടിരുന്നു. ആ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ത് പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നതെന്ന്? അതിൻ്റെ ഉത്തരം പെസഹ എന്ന്. ലൂക്ക 22:1 അത് പറയുന്നു. പെസഹ തിരുനാളാണത്. അടുത്ത ചോദ്യം: നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞ് യേശു അയച്ചത് ആരെയാണ് യേശു ഇങ്ങനെ പെസഹ ഒരുക്കുവാനായിട്ട് അയച്ചത്? അതാണ് ആറാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 8ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. പത്രോസിനെയും യോഹന്നാനെയാണ് അതിനുവേണ്ടി അയച്ചത്. അടുത്ത ചോദ്യം: പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഡാഷിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. ലൂക്ക 22:16. അവിടെ പൂരിപ്പിക്കാനാണ്. അതിൻ്റെ ഉത്തരം ദൈവരാജ്യത്തിൽ നിന്നാണ് അവിടെ വരുന്ന ഉത്തരം. ദൈവരാജ്യത്തിൽ. അടുത്ത ചോദ്യം 8. എന്ത് തർക്കമാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായത്? ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കം ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ എന്ത് തർക്കമാണ് ഉണ്ടായത് എന്നാണ് 8ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ആണ് അവർ
തർക്കിച്ചുകൊണ്ടിരുന്നത്. ലൂക്ക 22:24 അത് കാണുന്നു. തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർ പരസ്പരം വഴക്ക് പിടിച്ചുകൊണ്ടിരുന്നത്. 9ാമത്തെ ചോദ്യം, ഇപ്പോൾ മുതൽ ആര് ദൈവശക്തിയുടെ വലതുവശത്തിരിക്കുമെന്നാണ് യേശു ലൂക്ക 22:69 പറയുന്നത്? ഇപ്പോൾ മുതൽ ആര് ദൈവശക്തിയുടെ വലതുവശത്തിരിക്കുമെന്നാണ് ലൂക്ക 22:69 പറയുന്നത്? ഉത്തരം മനുഷ്യപുത്രൻ. ഈശോ അല്ലെങ്കിൽ യേശു സ്വയം വിളിക്കുന്നത് മനുഷ്യപുത്രനാണല്ലോ. മനുഷ്യപുത്രൻ ഉത്തരം. അടുത്ത ചോദ്യം, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് യേശു ലൂക്ക 22 പറയുന്നത് ആരോട്? യേശു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ആരോടാണ്? അതാണ് 10ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ശിമയോനോടാണ് യേശു ഇങ്ങനെ പറയുന്നത്, ശിമയോനോട്. അടുത്ത ചോദ്യം 11, താഴെ പറയുന്ന തലക്കെട്ടുകളിൽ 4 സുവിശേഷങ്ങളിലും കാണാത്തത് ഏത്? പത്രോസ് ഗുരുവിനെ നിഷേധിക്കും, ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കുന്നു, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, പത്രോസ് തള്ളി പറയുന്നു. ഈ 4 തലക്കെട്ടുകളിൽ ഏതാണ് 4 സുവിശേഷങ്ങളിലും കാണാത്തതെന്ന്? ബാക്കിയെല്ലാം 4 സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കുന്നു, ഇത് എല്ലാ സുവിശേഷങ്ങളിലും ഇല്ല, 3 സുവിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. 12ാമത്തെ ചോദ്യം, ലൂക്ക 22:47 അനുസരിച്ച് ജനക്കൂട്ടത്തിന് മുമ്പിൽ നടന്നിരുന്നത് ആര്? ജനക്കൂട്ടത്തിന് മുമ്പിൽ ആരാണ് നടന്നിരുന്നത് എന്നാണ് ചോദ്യം. 22:47 അനുസരിച്ച്. അതിൻ്റെ ഉത്തരം അറിയാവുന്ന പോലെ യൂദാസാണ്. ഒറ്റുകൊടുക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ യൂദാസാണ് ജനക്കൂട്ടത്തിന് മുമ്പിൽ നടന്നിരുന്നത്. അടുത്ത ചോദ്യം, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. ലൂക്ക 22:37. സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗം ഏത്? ഇതിന് സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗം എവിടെയാണ്, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ഏശയ്യ 53:12. ഏശയ്യ 53:12 നമ്മളത് വായിക്കുന്നത്. അടുത്ത ചോദ്യം, യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. അപ്പോൾ അവർ എന്തു നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു? ലൂക്ക 22:45. അവർ ഉറങ്ങുവാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ എന്ത് നിമിത്തമാണ് തളർന്നുറങ്ങുന്നതെന്ന് കണ്ടത്? വ്യസനം നിമിത്തം. അതാണ് എൻ്റെ ഉത്തരം. വ്യസനം. ഒരു വ്യസനത്തിലായിരുന്നു. വ്യസന നിമിത്തമാണ് അങ്ങനെ അവർ ഉറങ്ങിപ്പോയത്. 15ാമത്തെ ചോദ്യം, ലൂക്ക 22:39 അനുസരിച്ച് യേശു പുറത്തു വന്ന് പതിവ് പോലെ എങ്ങോട്ടാണ് പോയത്? ലൂക്ക 22:39 അനുസരിച്ച് യേശു പുറത്തു വന്ന് പതിവ് പോലെ എങ്ങോട്ടാണ് പോയത് എന്നതാണ് ചോദ്യം. 15ാമത്തെ ചോദ്യം. ഉത്തരം ഒലിവുമലയിലേക്കാണ് പോയത്. ഒലിവുമലയിലേക്ക്, നമുക്കറിയാം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒലിവുമലയിലേക്കാണ് പോകുന്നത്. അടുത്ത ചോദ്യം 16, ഗെത്സമനയിലെ പ്രാർത്ഥനാ വേളയിൽ യേശുവിനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് യേശുവിനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. 22:43 നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ആണ് പ്രത്യക്ഷപ്പെട്ടത്. 17ാമത്തെ ചോദ്യം, ലൂക്ക 22 യേശു തൊട്ട് സുഖപ്പെടുത്തിയത് ആരെ? ലൂക്ക 22 യേശു തൊട്ട് സുഖപ്പെടുത്തിയത് ആരെ? ഒരാളെ സുഖപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആരെന്നാണ് ഇവിടുത്തെ ചോദ്യം. 17ാമത്തെ ചോദ്യം. ഉത്തരം പ്രധാന പുരോഹിതൻ്റെ സേവകനെ. 22:51. പ്രധാന പുരോഹിതൻ്റെ വലതു ചെവി മുറിക്കപ്പെട്ടല്ലോ, അത് ആ സമയത്താണ്. 18ാമത്തെ ചോദ്യം, ലൂക്ക 22:54 അനുസരിച്ച് താൻ പിടിക്കപ്പെട്ട ശേഷം യേശുവിനെ അവർ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? താൻ പിടിക്കപ്പെട്ട ശേഷം യേശുവിനെ അവർ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? യേശുവിനെ കൊണ്ടുപോയ സ്ഥലമാണ് ചോദിക്കുന്നത്. ലൂക്ക 22:54. അതിൻ്റെ ഉത്തരം പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. അടുത്ത ചോദ്യം 19, യേശുവിനെ പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അകലെയായി അവനെ അനുഗമിച്ചിരുന്നത് ആര്? അകലെയായി അവനെ അനുഗമിച്ചിരുന്നത് ആര്? യേശുവിനെ പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ അനുഗമിച്ചിരുന്നല്ലോ ആരോ, ആ അകലെയായിരുന്നു. ആരാണത്? അതാണ് ചോദ്യം. ഉത്തരം പത്രോസാണ്. പത്രോസ്. ലൂക്ക 22:54 നമ്മൾ വായിക്കുന്നു. പത്രോസാണ് യേശുവിനെ അനുഗമിച്ചിരുന്നത് കുറച്ച് അകലെയായിട്ട്. 20ാമത്തെ ചോദ്യം, ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പത്രോസിനെ കുറിച്ച് പറഞ്ഞതാര്? ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പത്രോസിനെ കുറിച്ച് പറഞ്ഞതാര്? അതാണ് 20ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഒരു പരിചാരികയാണ്. ഒരു പരിചാരിക.
ലൂക്ക 22:86 നമ്മളത് വായിക്കുന്നു. ഒരു പരിചാരികയാണ് അങ്ങനെ സംസാരിച്ചതിൽ പറഞ്ഞത് പത്രോസിനെക്കുറിച്ച്. 21-ാമത്തെ ചോദ്യം, ഇവനും ഗലീലക്കാരനാണല്ലോ എന്ന ലൂക്ക 22:60 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇവനും ഗലീലക്കാരനാണല്ലോ എന്ന് ലൂക്ക 22:60 പറയുന്നത് പത്രോസിനെ കുറിച്ച്. അതിൻ്റെ ഉത്തരം പത്രോസിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം, കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയതെപ്പോൾ? കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയതെപ്പോൾ? ഒരു നോട്ടം ഉണ്ടല്ലോ, കർത്താവ് അവനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടല്ലോ, അതെപ്പോഴെന്നാണ്? കോഴി കൂവിയപ്പോൾ. ലൂക്ക 22:60-61. പത്രോസ് ഗുരുവിനെ നിഷേധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവി, ആ സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, പുരോഹിത പ്രമുഖന്മാരും നിയമിക്കരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചതെപ്പോൾ? പുരോഹിത പ്രമുഖന്മാരും നിയമിക്കരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചതെപ്പോൾ? അതിൻ്റെ ഉത്തരം പ്രഭാതമായപ്പോൾ. ലൂക്ക 22:66. പ്രഭാതമായപ്പോഴാണ് അവർ സമ്മേളിച്ചത്. ലൂക്ക 22:66 നമ്മളത് വായിക്കുന്നു. 24-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. നീ ഡാഷ് ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. ലൂക്ക 22:67. നീ ഡാഷ് ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. എന്താണ് അതിൻ്റെ ഉത്തരം? നീ ക്രിസ്തുവാണെങ്കിൽ. ക്രിസ്തു എന്നാണ് അതിൻ്റെ ഉത്തരം. അത് നമ്മൾ ലൂക്കയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അടുത്ത ചോദ്യം, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. ലൂക്ക 22:70. ആരാണെന്നാണ് അവർ പറയുന്നത്? നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. ആര്? അതിനുത്തരം ദൈവപുത്രൻ. അപ്പം ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്, ദൈവപുത്രൻ. അടുത്ത ചോദ്യം 26. വാളും വടിയുമായി ആർക്കെതിരെ എന്ന പോലെയാണ് പുരോഹിത പ്രമുഖന്മാരും ദേവാലയ സേനാധിപന്മാരും ജനപ്രമാണികളും യേശുവിനെതിരെ വന്നത്. അവർ എങ്ങനെയാണ് വന്നത്? കവർച്ചക്കാരനെതിരെ എന്ന പോലെ. ലൂക്ക 22:52 നമ്മൾ വായിക്കുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. കവർച്ചക്കാരനെതിരെ എന്ന പോലെയാണ് അവർ വന്നത്. ലൂക്ക 22:52. 27. പത്രോസിനെ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തിരിച്ചറിഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും വ്യക്തികൾക്കിടയിൽ സമയ ഇടവേള എത്രയായിരുന്നു? എത്ര സമയമുണ്ടായിരുന്നു അവരുടെ അങ്ങനെ അവർ പറയാനായിട്ട്? ഏകദേശം 1 മണിക്കൂർ. ലൂക്ക 22:59. അതായത് രണ്ടാമത്തെ ആൾ പറഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ പറയുന്ന 1 മണിക്കൂറിന് ശേഷമാണ്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എന്തിൻ്റെ വലതുവശത്തിരിക്കുമെന്നാണ് ലൂക്ക 22:69 പറയുന്നത്? ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എന്തിൻ്റെ വലതുവശത്തിരിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം ദൈവശക്തിയുടെ വലതുവശത്ത്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 29. തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ യേശു പെസഹ ഭക്ഷിച്ചത് എവിടെ? തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ യേശു പെസഹ ഭക്ഷിച്ചത് എവിടെ വെച്ചാണ് യേശു പെസഹ ഭക്ഷിച്ചത്? ഉത്തരം ഒരു വലിയ മാളിക മുറിയിൽ. ലൂക്ക 22:13 നമ്മളത് വായിക്കുന്നു. ഒരു വലിയ മാളിക മുറിയിൽ, അപ്പർ റൂമിലായിരുന്നു. 30-ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ലൂക്ക 22:63 അനുസരിച്ച് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആര്? ഉത്തരം യേശുവിന് കാവൽ നിന്നിരുന്നവർ തന്നെയാണ് യേശുവിനെ അടിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തത്. ഒരു വചനം നമുക്ക് നോക്കാം. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. നമ്മളിത് വായിക്കുന്നത് ലൂക്ക 22:61. 22:61. നുറുങ്ങുകൾ. വിനയം, സ്നേഹം, ദൈവത്തിലുള്ള ആശ്രയം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ പാഠങ്ങൾ ലൂക്ക 22 നാം കാണുന്നു. സേവനത്തിലൂടെ യഥാർത്ഥ മഹത്വത്തെ യേശു മാതൃകയാക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളമായി ദിവ്യബലി സ്ഥാപിക്കുന്നു. ഗെത്സമനിൽ കഷ്ടപ്പാടുകളെ അഭിമുഖീകരിക്കുമ്പോഴും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ശക്തി അവൻ കാണിക്കുന്നു. പത്രോസിൻ്റെ നിഷേധം ദൈവത്തിൻ്റെ ക്ഷമയെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസവഞ്ചന നേരിട്ടിട്ടും യേശു തൻ്റെ ദൗത്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചിന്തകൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വിശ്വാസത്തോടും വിനയത്തോടും കൂടെ അവനെ അനുഗമിക്കാനുള്ള അവൻ്റെ ആഹ്വാനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ഇതൊക്കെയാണ് നമുക്ക് ലൂക്ക 22-ാം അധ്യായത്തിനെ കുറിച്ചുള്ള നുറുങ്ങുകളായിട്ട് പറയാൻ പറ്റുന്നത്. Thank you so much for watching and subscribing. May God bless us all, keeping us vigilant and steadfast in His word. നമ്മൾ അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ പ്രാർത്ഥനയിലായിരിക്കാം. ഈ കേട്ട വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാം. കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ജോസഫ്, JJ Logos 316. Till we meet again. Thank you so much.